ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ പുതിയതായിട്ട് സ്റ്റോക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ട് ഉദ്ദേശിക്കുന്ന വീഡിയോ ആണ്, എക്സ്പേർട്സിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ചൊരു ബേസിക്സ് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ സ്റ്റോക്സ് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. അപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് നമുക്ക് രണ്ട് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയും. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മൾ ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഇന്ന് തന്നെ സെല്ല് ചെയ്യുക. അതായത് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ അതിൻ്റെ ലാഭം എടുത്ത് സെല്ല് ചെയ്യുക. അതിനാണ് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തതാണ് ഡെലിവറി എടുത്ത് വയ്ക്കുന്നത്. ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോങ് ടേമിലേക്ക് വേണ്ടി നമ്മളൊരു നെക്സ്റ്റ് ഒരു 2-3 ഇയർ പ്ലാൻ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒരു 1 മന്തോ അല്ലെങ്കിൽ 1 മന്ത് മുതൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എമൗണ്ട് കുറച്ച് കൂടുതൽ കാലം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോങ് ടേം തന്നെ ആയിരിക്കും എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെയാണ് നമുക്ക് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ്, ഒന്ന് ഇൻട്രാഡേ, ഒന്ന് നമുക്ക് ഡെലിവറി എടുക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാര്യം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് പെട്ടെന്ന് വന്നു പോകുന്നതായിരിക്കും. കാര്യം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് എടുത്ത് സെല്ല് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിസ്ക്കിയാണ് ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ട്, നമുക്കൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്കൊരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല സ്റ്റോക്സ് നോക്കി പർച്ചേസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇൻട്രാഡേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴും ഡെലിവറി എടുത്ത് നമ്മുടെ കുറച്ചൊരു ലോങ് ടേം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 2-3 ഇയേഴ്സായിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്തിടുക. അത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും പീരീഡ് കയ്യിൽ വയ്ക്കണമെന്നല്ല. അതിനിടയ്ക്ക് നമുക്ക് ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് സെല്ല് ചെയ്യാം. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം എന്നുള്ളൊരു പ്ലാൻ ഇട്ട് ചെയ്യാം. അപ്പോൾ ഇൻട്രാഡേക്കാളും എന്തുകൊണ്ടും നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇതിനകത്ത്, സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. ഞാൻ 2010 മുതൽ ഒരു 13 ഇയേഴ്സായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ എല്ലാ സ്റ്റെപ്സും മെയിനായിട്ടുള്ള ഇപ്പം നല്ല സ്റ്റെപ്സ് എല്ലാം ഞാൻ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ ഈ കഴിഞ്ഞ 13 വർഷമായിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്റ്റെപ്പിൻ്റെ പേര് പറയാം. ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ വീഡിയോസും കൂടുതൽ ഏതൊക്കെ സ്റ്റെപ്സ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു പേര് പറയാം. TCS എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCS. TCSൻ്റെ സ്റ്റെപ്പിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 3,400 ആണ്. ഒരു ഷെയറിൻ്റെ വാല്യൂ 3,400 രൂപയാണ്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ 2010 മാർക്കറ്റിലേക്ക് വരുന്ന ടൈമിൽ അതിന് 500-600 രൂപയായിരുന്നു അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 6-7 ടൈംസ് ഈ ഒരു 10-12 വർഷം കൊണ്ട് അത്രയും മടങ്ങ് ഗ്രോ ചെയ്തു. അപ്പോൾ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 8-9% ആയിരിക്കും ഈ ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അപ്പം അത് ഓൾമോസ്റ്റ് ഒന്ന് ഡബിൾ ചെയ്ത് കിട്ടണമെങ്കിൽ തന്നെ നമ്മളൊരു 10 ഇയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ന് 1 lakh കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, നമുക്കത് 2 lakhs ആവണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ മിനിമം ഒരു 9-10 ഇയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു സ്റ്റെപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ പക്ഷേ കുറച്ച് റിസർച്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ വെറുതെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട് അല്ലെങ്കിൽ 10,000 രൂപയുണ്ട്, നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺസ് കറക്റ്റായിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് കുറച്ച് സ്റ്റഡി ചെയ്യണം, ലേൺ ചെയ്യണം, പിന്നെ കുറച്ച് റിസർച്ച് ചെയ്യണം. ഏതൊക്കെ സ്റ്റെപ്സാണ് നല്ലത് എന്നുള്ളത് റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ TCS പോലുള്ള സ്റ്റോക്സിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഡിവിഡൻഡ്
ഡിവിഡൻഡ് അവർ എല്ലാ ഇയറിലും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 2-3% ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഒറ്റ ടൈമായിട്ട് അല്ല കൊടുക്കുന്നത്, ക്വാർട്ടർലി ആണ്. ഒരു വർഷത്തിന് 4 ക്വാർട്ടർ ഉണ്ടല്ലോ, 3 മാസം കൂടുമ്പോൾ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല. 3400 രൂപ ഫേസ് വാല്യൂ അല്ല, ടോട്ടൽ വാല്യൂ ഉള്ള ഷെയറിൻ്റെ അവർ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു 30 രൂപയോ 40 രൂപയായിരിക്കും ഒരു ക്വാർട്ടറിൽ കൊടുക്കുന്നത്. അങ്ങനെ അടുത്ത ക്വാർട്ടറിൽ വീണ്ടും 30-40, ചില ടൈമിൽ 60 കൊടുക്കാറുണ്ട്. അത് അവരുടെ പ്രോഫിറ്റ് മാർജിൻ അനുസരിച്ച്, അവരുടെ ആ ക്വാർട്ടറിലെ പെർഫോമൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഇയറിലെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും അവർ ഡിവിഡൻഡ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇൻ കേസ് നമ്മുടെ സ്റ്റോക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഗ്രോ ചെയ്തില്ലെങ്കിൽ 3400 നിന്ന് 5000-6000 ആവുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഡിവിഡൻഡ് ഒരു സപ്പോർട്ടഡ് ഇൻകം ആയിട്ട് നിൽക്കും. അപ്പം അതാണ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. പിന്നെ ഈ TCS പോലുള്ള സ്റ്റോക്സ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, എൻ്റെ ഒരു കഴിഞ്ഞൊരു പ്രീവിയസ് 10 years ഞാൻ വാച്ച് ചെയ്തതനുസരിച്ചാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് TCS. അതുപോലെ ഞാൻ ബാക്കിയുള്ള സ്റ്റോക്സ് ഞാൻ വരും വീഡിയോസിൽ പറയാം. അപ്പം അതുപോലുള്ള സ്റ്റോക്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് ലേൺ ചെയ്ത് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. TCSൻ്റെ ആണെങ്കിൽ TCS പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. അവരുടെ ഇതുവരെയുള്ള ഫുൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അത് അവർ പ്രോഫിറ്റ് എല്ലാ വർഷവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, എല്ലാ ക്വാർട്ടറിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, പിന്നെ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ ഉണ്ടല്ലോ അത് കൂടി വരുന്നുണ്ടോ, റവന്യൂ കൂടി വരുന്നുണ്ടോ, അതോ കഴിഞ്ഞ ഇയറിനേക്കാളും റവന്യൂ ഇത്തവണ കുറഞ്ഞു, അല്ലെങ്കിൽ പ്രോഫിറ്റ് കഴിഞ്ഞ തവണ ഇത്ര ക്രോർ ഉണ്ടായിരുന്നു, അത് അതിൽ നിന്ന് താഴേക്ക് വന്നോ. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ച് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുക. ഏത് സ്റ്റെപ്പ് എടുത്താലും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് റിസർച്ച് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഡീറ്റെയിൽഡായിട്ട് റിസർച്ച് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. റിസർച്ച് ചെയ്തിട്ട് ഇറങ്ങുക, ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഞാൻ വരും വീഡിയോസിൽ കൂടുതൽ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും ഏതൊക്കെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം എന്നുള്ളതും ഒക്കെ ഇടാം. ഞാൻ ബിഗിനേഴ്സിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനങ്ങനെ വലിയൊരു ഇൻവെസ്റ്ററൊന്നും അല്ല, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോസിലൂടെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തുടർന്നുള്ള വീഡിയോസ് കാണുക. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇൻട്രാഡേ ചെയ്യുന്നതിനേക്കാളും നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. വളരെ കുറച്ച് എമൗണ്ടിൽ ഒരു 10,000 മറ്റോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിലും താഴെ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ 5,000 അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലെ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് ഒരു 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എത്ര രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും മിനിമം എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.